അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? സക്കീന. എവിടുന്നാണ്? അരക്കിണർ അല്ലേ. 3 ചോദ്യം ഞാൻ ചോദിക്കും. 3 ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ നൽകുകയാണെങ്കിൽ സമ്മാനം ഉണ്ടാവും. ഒരു ചോദ്യം പറഞ്ഞാൽ അടുത്ത ചോദ്യം തെറ്റിയാൽ ഔട്ടാവും. പുറത്താവും, ഔട്ടാവും. എന്നാ ചോദിക്കണേ ഞാൻ. അപ്പൊ ആദ്യത്തെ ചോദ്യം, 2 ബിസ്മിയുള്ള സൂറത്ത്. 2 ബിസ്മിയുള്ള സൂറത്ത്. ഓപ്ഷൻ എ സൂറത്തുൽ നംല്. ഓപ്ഷൻ ബി സൂറത്തുൽ അൽ ബഖറ. ഓപ്ഷൻ സി സൂറത്തുൽ അൻഫാൽ. എന്താണ് മൂന്നാമത്തെ? എന്താണ്? സൂറത്തുൽ അൻഫാൽ. 2 ബിസ്മിയുള്ള സൂറത്ത്. ഓപ്ഷൻ എ സൂറത്തുൽ നംല്. ഓപ്ഷൻ ബി സൂറത്തുൽ അൽ ബഖറ. ഓപ്ഷൻ സി സൂറത്തുൽ അൻഫാൽ. സൂറത്തുൽ നംല്. ഫസ്റ്റ് സൂറത്തുൽ നംല്. ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പാ പറഞ്ഞത്, ശരിയാണോന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ അതോ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഗസ് ചെയ്താണോ? അല്ല, കുറച്ച് എനിക്കറിയാം. അതിനെ പറ്റിട്ട് മുഴുവനായിട്ടും 100% ശരിയാണോന്ന് അറിയില്ല. എന്നാലും എവിടേക്കോ ഒരു കേട്ട് പരിചയം അല്ലേ? ശരി. അപ്പൊ എന്തായാലും ഇത്ത പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണോ? അപ്പൊ എന്തായാലും ഒരു ഉത്തരം, ഒരു ചോദ്യത്തിന് ഇനി 2 എണ്ണം കൂടി ബാക്കിയുണ്ട് അല്ലെ? ശരി. നമ്മള് എന്താ പറയാ, ഇതൊരു സമ്മാനത്തിനേക്കാൾ ഉപരി നമുക്ക് പുതിയ അറിവുകളൊക്കെ കിട്ടല്ലോ. അതല്ല ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു വലിയൊരു ഗുണം അല്ല? നമ്മള് സമ്മാനത്തിനേക്കാൾ ഉപരി എത്ര ഇതാണെങ്കിലും ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത് നമ്മള് അറിയുന്നത്. ശരി. അതാണ്, അതുകൊണ്ട് ആ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കേസ്. ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻ എ ഈസാ നബി അലൈഹിസ്സലാം. ഓപ്ഷൻ ബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻ സി മൂസ നബി അലൈഹിസ്സലാം. ഓപ്ഷൻ പറയുമ്പോ ഉത്തരം പറഞ്ഞു, അത്രയും ഉറപ്പാണോ അത്? ഞാൻ വേറെ ടെലിക്യൂസിൽ കണ്ടിട്ട് ചോദിക്കല്ല. എനിക്ക് എന്റെ മനസ്സിൽ എനിക്കറിയാവുന്ന ഒരു ചോദ്യം മറ്റുള്ളവർക്ക് അറിയോ ഇല്ലേന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് അത് ശരി. ഓക്കെ, അപ്പൊ അറിയുന്നവർക്ക് അത് ഈസി ആയിരിക്കും, അപ്പൊ അറിയാത്തവർക്ക് അത് പുതിയൊരു അറിവായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഓപ്ഷൻ സി മൂസ നബി അലൈഹി സ്വലാം എന്നാണ് പറഞ്ഞത്. ഖുർആനിലെ ഏറ്റവും കൂടുതൽ തവണ പേര് പറയപ്പെട്ട പ്രവാചകൻ. ഇത്ത പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. ശരിയാണ്. ഞാൻ വെറുതെ കുറെ ടെൻഷൻ അടിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഉത്തരം അത്രയും കോൺഫിഡൻസ് ആയി പറയുമ്പോ പിന്നെ എന്താ പറയാ, അത്രയും അറിഞ്ഞുകൊണ്ട് പറഞ്ഞ പിന്നെ അങ്ങനെ തെറ്റൂലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഉഹദ് യുദ്ധം നടന്ന ദിവസം. ഉഹദ് യുദ്ധം നടന്ന ദിവസം. ഓപ്ഷൻ എ ഷവ്വാൽ 2. ഓപ്ഷൻ ബി ഷവ്വാൽ 4. ഓപ്ഷൻ സി ഷവ്വാൽ 6. കറക്റ്റ് ചോദ്യം ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറയാം. കാരണം ലാസ്റ്റ് ചോദ്യമാണ്, ദിവസമാണ് ചോദിച്ചത്. ദിവസം, വർഷമല്ല, ദിവസം. ഞാൻ കേട്ടിട്ട് എനിക്കത് കറക്റ്റ് ആയിട്ട് അതിനെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. പെട്ടെന്ന് ചോദിക്കും. എന്തൊക്കെയാണ് ഓപ്ഷന്? ഓപ്ഷൻ എ ഷവ്വാൽ 2. ഓപ്ഷൻ ബി ഷവ്വാൽ 4. ഓപ്ഷൻ സി ഷവ്വാൽ 6. ഷവ്വാൽ 6. ആരാ ഉത്തരം പറഞ്ഞേ? അത് ഞാൻ ഉത്തരം പറഞ്ഞത് ശരി ഉത്തരമാണെന്ന് ചെക്ക് ചെയ്യണ്ടേ? ശരിയാണോ? അല്ല, ശരി ഉത്തരമാണെന്നുള്ളത് ചെക്ക് ചെയ്യട്ടെ, നല്ല അറിയുള്ളൂ ശരിയാണോ തെറ്റാണെന്ന്. ശരിയാണോ ചോദിച്ചത്. അതാണല്ലേ പെട്ടെന്ന് സൗണ്ട് ഒക്കെ മാറി. ശരിയാണോ എന്ന് പറഞ്ഞപ്പോ ഒരു എന്തോ ഒരു ആവേശത്തിലല്ലേ. ഞാൻ ചെക്ക് ചെയ്യട്ടെ. വിചാരിച്ചു പറഞ്ഞു. അപ്പൊ ശരിയാണോ ചോദിച്ചത്?
അത് ശരി. അപ്പൊ എന്തായാലും ഉഹദ് യുദ്ധം നടന്ന ദിവസമാണ് ഞാൻ ചോദിച്ചത്. ഓപ്ഷൻ എ ഷവ്വാൽ 2, ഓപ്ഷൻ ബി ഷവ്വാൽ 4, ഓപ്ഷൻ സി ഷവ്വാൽ 6. ഓപ്ഷൻ സി ഷവ്വാൽ 6 എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞ ഉത്തരം ശരിയാണ്. സമ്മാനം ഉണ്ട്. എങ്ങനെ അത് ശരി, അത് കാണുമ്പോ അറിവ് കൂടുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ശരി. അപ്പൊ എന്തായാലും ഇനിയും എല്ലാ ദിവസവും കാണുക. അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ നിങ്ങളിൽ നിന്ന് പുതിയ അറിവുകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇനിയും വിളിക്കുക. ഒരു സമ്മാനം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇനി വിളിക്കാണ്ടിരിക്കരുത് കേട്ടോ. സമ്മാനം എന്താ ചോദിക്കാൻ പറഞ്ഞേ? വാഷിംഗ് മെഷീനോ ടിവിയോ ഫ്രിഡ്ജോ എന്തെങ്കിലാണോ? വാഷിംഗ് മെഷീനോ ടിവിയോ ഫ്രിഡ്ജോ അതൊന്നും ഞാൻ പറയുന്നില്ല. നല്ലൊരു സമ്മാനം. അത് സമ്മാനം എന്തുമായാലും അത് സ്വീകരിക്കാനുള്ള മനസ്സാണ്, അതാ വേണ്ടത്. അല്ലാണ്ട് സമ്മാനത്തിന്റെ വലിപ്പമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അറിവാണ്. അതന്നെ ആ അറിവ് തരികയാണ് ഏറ്റവും വലിയ സമ്മാനം. ശരി, അപ്പൊ എന്തായാലും ഇനി വിളിക്കുക കേട്ടാ. അസ്സലാമു അലൈക്കും. ഇപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്നത് സെക്കൻഡത്തെയായിരുന്നു. അപ്പൊ 3 ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ നൽകി സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പൊ 2ാമത്തെ ആളാണ് സമ്മാനം കിട്ടിയുള്ളത്. എനിക്ക് തോന്നുന്നു റംസാൻ ടെലിക്സിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എപ്പിസോഡിൽ 2 സമ്മാനം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ സമ്മാനം കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വിളിക്കുക, സമ്മാനമൊക്കെ നേടുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പേരുള്ള സമയമായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നാളെ ഇതുപോലെ അറിവിൻ്റെ പുതിയൊരു അധ്യായമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാം. ബിഗ് ഷോട്ട് റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹനയിൽ പർദ. ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ, കിഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ, ലേഡീസ് കുർത്തീസ്, ജീൻസ്, ഫോർമൽ ഷർട്ട്, ഇന്നർ, ലെഗിങ്സ്, പാട്യാല, പ്രിന്റഡ് കോട്ടൺ ചുരിദാർ, വെസ്റ്റേൺ ടോപ്പ്, ലാച്ച, ചോളി, പാർട്ടി വെയർ, സൽവാർ, all kind of kids item, clothes, toys, baby stroller, walker, etc. Big Shot, Landworld Center, SM Street, Canning, phone 049-2729-270. Big Shot, Designing Planet. എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇഡ്ലി മസാല. അസ്സലാമു അലൈക്കും. എല്ലാ റംസാൻ നിലാവ് പ്രേക്ഷകർക്കും റംസാൻ പാചകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ, പാചകത്തിൻ്റെ സമയമായിരിക്കുന്നത്. എന്ത് വിഭവമായിട്ടാണ് ഇവൻ്റെ കൂടെ ആരാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലത്തെയാണ് ഇന്നും വരാൻ ഉള്ളത്. നമ്മുടെ ഈ എപ്പിസോഡിൽ നല്ലൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും 2-3 വിഭവങ്ങൾ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2ാമത്തെ വിഭവമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കിവിടെ തോന്നുന്നത് ആദ്യം നമുക്ക് ഉണ്ടാക്കി തന്ന മധുരമുള്ളൊരു വിഭവമായിരുന്നു. ഇപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു എരിവുള്ളൊരു വിഭവമാണ്. പക്ഷേ അതെന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നമുക്കത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഇത്തേ സ്വാഗതം ചെയ്യാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക്. എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം എന്താ പറയുക, നമ്മുടെ ഒരു ക്യാമറക്ക് മുന്നിൽ നിന്ന് ഒരു വിഭവം ഉണ്ടാക്കി തന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടി ആ ഒരു പേടി പോയോ? ഇന്ന് പോയില്ല. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്?
എങ്ങനെ? ഇഡ്ഡലി മസാല. ഇഡ്ഡലി മസാല. നമ്മൾ ഇഡ്ഡലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇഡ്ഡലി നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലിയുടെ കൂടെ നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ പൊതുവെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി മസാല എന്ന് വെച്ചാൽ ഇഡ്ഡലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മസാല ഒക്കെ. ഓക്കെ, ശരി ശരി, അങ്ങനെ ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇഡ്ഡലി മസാല. നിങ്ങൾ പെട്ടെന്നൊരു പാന് ബുക്കൊക്കെ എടുത്തിരുന്നോ, അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എഴുതിയെടുത്തോ, ഇനി കാണിക്കില്ല, അതിൽ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വേണ്ടത് പറഞ്ഞോ. സവാള എത്ര വേണ്ടി വരും? 1 കപ്പ്. എത്ര? ഒരു 4-5 സവാള. 4 സവാള കട്ട് ചെയ്ത് വെച്ച്. ഓക്കെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. പിന്നെ മല്ലിയില അല്ലേ? മല്ലിയില ആവശ്യത്തിന്. പച്ചമുളക് എത്ര വേണ്ടത്? 5 പീസ് പച്ചമുളക് ചെറുതായിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേപ്പില അല്ലേ? വേപ്പില കുറച്ച്. പിന്നെ ബീഫ് അല്ലേ? അത് വേവിച്ചിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ടല്ലേ? മിക്സിയിലിട്ട് അടിച്ച് വേവിച്ച് വെച്ച ബീഫാണ് ഇത്. കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? ആവശ്യത്തിന് ഇപ്പോൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. സവാള വേണം, 5 സവാള കട്ട് ചെയ്ത് വെച്ചത്, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, നമ്മുടെ ചില്ലി പച്ചമുളക് ചെറുതായിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്, അതേപോലെ വെളുത്തുള്ളി ചതച്ചത്, വേപ്പില, പിന്നെ ബീഫ് വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചത്. ഇത്രയാണ്. ഗരം മസാല അത് വിട്ടുപോയി, അതും ആവശ്യത്തിന്. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുക? നമ്മുടെ റിഫൈൻ ചൂടാക്കുക അല്ലേ? എന്നിട്ട് നമുക്ക് ആ മസാല കൂട്ടുണ്ടാക്കാം അല്ലേ? ഓയിലല്ല, വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്താ വെളിച്ചെണ്ണ ഇതിലേക്ക് കഴിഞ്ഞതിൽ നമ്മൾ പൊരിക്കാനൊക്കെ ഓയിലാണ് ഉപയോഗിച്ച് പ്രാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കാനുള്ള കാരണം ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ? എരിവുള്ള വിഭവങ്ങളിലേക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ആണല്ലേ? അതിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചുകൊണ്ട് അത് ഏകദേശം ചൂടായി വന്ന് അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പച്ചമുളക് 4 പച്ചമുളക് പീസാക്കി വെച്ചു. അതായത് നമ്മൾ ക്രോസ് ചെയ്ത് പീസ് ചെയ്ത പച്ചമുളകാണ് നമ്മൾ ആദ്യം ഇട്ടത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ടു. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച സവാള 5 സവാള നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാളയിലേക്ക് ഇട്ടു. നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ എന്താ പറയുക, ഓരോരുത്തരുടെ ടേസ്റ്റിക്ക് അനുസരിച്ച് ചിലർ നല്ല ഉപ്പ് കൂട്ടുന്നവരുണ്ട്, ഉപ്പ് കുറച്ച് കൂട്ടുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി അല്ലേ? അങ്ങനെ സ്പെഷ്യൽ കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അധികം കൂടാനും പാടില്ല, അധികം കുറയാനും പാടില്ല. ഇതൊരു ബ്രൗൺ കളർ ആവണം അല്ലേ? ഉള്ളിലേക്കൊന്ന് വഴറ്റിയെടുക്കണം. അധികം ബ്രൗണിഷ് ആവണോ അതോ ജസ്റ്റ് ഒന്ന് വാഴിയാൽ മതി അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അധികം നമ്മൾ എന്താ പറയുക, ബ്രൗണിഷ് കളർ ആക്കണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ മസാല ഇഡ്ഡലിയാണ്. ഇത് എവിടുന്നാണ് ശരിക്കും ഇത് പഠിച്ചത്? ഒക്കെ സ്വന്തമാണ്, മറ്റുള്ളവരെ നിന്നൊന്നും കോപ്പിയല്ല. ഇതിന്റെ ഗുരുവാരാണ്? ഉമ്മയാണോ അതോ വേറെ? സ്വന്തം. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊതുവെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കണ്ടെത്താൻ എല്ലാം വിജയിക്കാറുണ്ടോ? പരാജയപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാലും വെറുതെ ഒന്ന് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട് എന്നാ പറയാറ്. ഞാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയും കേട്ടോ. അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ ആയോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട്? കുറേ ആയി അല്ലേ?
ഇത് എപ്പോഴാണ് അധികം ഉണ്ടാക്കുക? നമ്മൾ നോമ്പ് തുറ, വലിയ നോമ്പ് തുറക്കോ അതോ ചെറിയ നോമ്പ് തുറക്കോ? 2 നോമ്പ് തുറണ്ടല്ലോ. അല്ല, സാധാരണ നമ്മൾ ഈ പലഹാരങ്ങൾ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പത്തിരിയും ചോറൊക്കെ നമ്മൾ കഴിക്കില്ല, പത്തിരി ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന ആ സമയത്താണ് ഇത് അധികവും നമ്മൾ തുറക്കുന്നതിന് മുന്നേ അല്ലേ? അപ്പോൾ എരിവുള്ള ഒരു വിഭവം കൂടിയാണ് അല്ലേ? ശരി. നമുക്ക് സമൂസൊക്കെ ഉണ്ടാക്കി നമ്മളെപ്പോഴും കഴിച്ചും കണ്ടും ശീലിച്ചാണല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു സമൂസക്ക് വേണ്ട ബീഫൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഏകദേശം ഉള്ളിയും പച്ചമുളകും, സവാളയും പച്ചമുളകും ഏകദേശം എന്താ പറയുക ചൂടായി അല്ലേ, നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്താ ഇടണം? ബീഫ് ഇടുന്നു അല്ലേ? ബീഫ് ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ മസാലക്കൂട്ട് നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ട് മൊത്തം ഇതിലേക്ക് ഇട്ടു. സവാള, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, വേപ്പില, ഇഞ്ചി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത് അല്ലേ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി. പിന്നെ നമ്മുടെ മെയിൻ സംഭവമുണ്ട് ബീഫ്, അത് പറഞ്ഞില്ല. ബീഫാണ്. ബീഫ് ഇട്ടാണ്ട് ഇതൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, ആ ഒരു മസാലയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. റെഡിയായോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ മാറ്റി വെച്ച നേരത്തെ പറഞ്ഞ ആ മസാലക്കൂട്ടെല്ലാം മിക്സ് ചെയ്ത് അതൊരു മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകണേ നമുക്ക് നോക്കാം. ഇനി എന്താണ്? മാവിലേക്ക് വയ്ക്കല്ലേ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ട്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട്, പിന്നെ നേരത്തെ നമ്മളൊരു അത് പറഞ്ഞില്ല, ഇതെന്തായിരുന്നു? ഇഡ്ഡലിൻ്റെ മാവ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ഇഡ്ഡലി മാവ് നമ്മളിവിടെ മാറ്റി എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ പറയാത്തത്? അത് അങ്ങനത്തെ ഒരു മെയിൻ സംഭവം ഉണ്ടായിരുന്നു അവിടെ. ഇഡ്ഡലിൻ്റെ നമ്മുടെ ഇഡ്ഡലി അതുപോലെ അതിലേക്ക് ഒഴുകുന്ന മാവ് അല്ലേ, ഇഡ്ഡലിയുടെ മാവ് അല്ലേ. അതിൽ എന്തൊക്കെയാണ് കൂട്ടുള്ളത്? 1 കപ്പ് ചോറ്, 1 കപ്പ് പിന്നെ അരി, അര കപ്പ് പിന്നെ കോലരി അല്ലേ. അതെന്താ സംഭവം? അങ്ങനെ നെയ്ച്ചോറിൻ്റെ അരി അല്ലേ. ശരി. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിൽ ഓരോ പേര്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് അല്ലേ, ആ മാവിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് അതിലേക്ക് മിക്സ് ചെയ്യാണ്. ആ മാവിലേക്ക് മസാലക്കൂട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഇനി എന്താണ് അപ്പക്കാരം അല്ലേ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു ഒരു സംഭവം കൂടി ഉണ്ട്, ഉപ്പ് കൂടാണ്ട് അപ്പക്കാരം അല്ലേ. അത് എത്ര ഇടേണ്ടത് ഇതിൽ? 1 ടീസ്പൂൺ അല്ലേ. അപ്പോൾ
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസാലക്കൂട്ട് കൂടാണ്ട് നമ്മൾ നേരത്തെ പറയാൻ വിട്ടൊരു സംഭവം, മെയിൻ സംഭവം തന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവാണ്. ഇഡ്ഡലിയുടെ മാവ് ചോറും പിന്നെ അതുപോലെ കൈമ അരി അല്ലേ, കൈമ അരിയും മിക്സ് ചെയ്തിട്ട് എടുത്ത മാവാണ്. അതിലേക്ക് നമ്മളിപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടോ? ലേശം നമ്മൾ സാധാ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മാവ്, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ആ മാവിലേക്കാണ് നമ്മൾ ഈ മസാല മിക്സ് ചെയ്തിട്ടുള്ളത്. മിക്സ് ചെയ്ത മസാലയും ഇഡ്ഡലിയുടെ മാവും കൂടി നമ്മൾ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മസാല നമ്മൾ ഇഡ്ഡലിയുടെ മാവിലേക്ക് ഒഴിച്ചു മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലിയുടെ ഇത് ഒഴിക്കുന്ന പോലെ ഒഴിച്ചു, ആ ഒരു ഷേപ്പിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് വെക്കുക അല്ലേ. ഒരു സാധാ വേവിച്ചെടുക്കുന്ന പോലെ അല്ലേ വേവിച്ചെടുക്കുക. പത്ത് മിനിറ്റ് ഏകദേശം ഇത് വേണ്ടി വരും അല്ലേ. ഞാനിത് ട്രൈ നോമ്പിന് ചെയ്യാറോ അതോ സാധാരണ എല്ലാ ദിവസവും പൊതുവെ സമയങ്ങളിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാറുണ്ടോ? നോമ്പിൻ്റെ സ്പെഷ്യൽ വിഭവം ഒന്നല്ല, നോമ്പിനും ഉണ്ടാക്കാറുണ്ട് അല്ലേ. പിന്നെ വൈകിട്ട് ചായയുടെ കൂടെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ നല്ല കട്ടൻ ചായ അല്ലേ. നല്ല സുലൈമാനി, അതും ഈ ഒരു നമ്മുടെ മസാല ഇഡ്ഡലിയും കൂടി നല്ല കോമ്പിനേഷനാണ്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും നല്ലത് നമ്മുടെ നോമ്പ് തുറയുടെ ഫസ്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന. അതാണ് ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ സമൂസയ്ക്ക് പകരമായിട്ട് നമുക്ക് സാധാരണ സമൂസ നമ്മൾ ഇറച്ചി യൂസ് ചെയ്യാറുണ്ട്, ബീഫ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മെനക്കേട് നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യസ്തമായ ഒരു രുചിയിലുള്ള ഒരു വിഭവം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് സമയം വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക്
അപ്പോൾ ഏകദേശം നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ആ, ഇത് അയക്കണമെന്ന് ഇങ്ങനെ അറിയാം, തുറന്ന് നോക്കല്ലാണ്ട്. ആ, നേരത്തേക്കാളും കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഇനി നമുക്ക് എടുക്കാം അല്ലേ? നമ്മുടെ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം കൂടിയേ ഉള്ളൂ. മതിയല്ലേ നമുക്ക്? എന്നാലും നമ്മുടെ മസാല ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന്ന് ഇഡ്ഡലി പാത്രത്തിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി എനിക്ക് അങ്ങനെ എടുത്ത് തന്നേക്ക്, ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യാം. അത് ഇനി അടുത്ത എൻ്റെ ഡ്യൂട്ടി. എന്തായാലും നമ്മുടെ എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവസാനത്തെ ഘട്ടമായതുകൊണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഏകദേശം ചൂട് കുറച്ചുണ്ട്, എന്നാൽ കൂടി ഈ എന്താ പറയുക, ഇത് കണ്ടിട്ട് നിൽക്കാൻ വയ്യ എനിക്ക്. ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കി വിശേഷങ്ങൾ എന്തായാലും ഇതിൻ്റെ കുറിച്ച് പറയാൻ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കറി വേണം. എന്താ പറയുക, എന്തെങ്കിലും നമ്മുടെ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കറി നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. ശരിക്കും ഒരു സുലൈമാൻ കൂടി ഉണ്ടെങ്കിൽ, സുലൈമാൻ നമ്മുടെ കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. വേറെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോമ്പ് തുറക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു മസാല ഇഡ്ഡലി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം, വെറുതെ പറയല്ല, ചെയ്ത് നോക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ ഒരുപാട് വേറെ വിഭവത്തിന് വേണ്ടി ഉണ്ടാക്കാറുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന സമൂസക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചി ഉണ്ടാക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ആ ഇറച്ചി നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കുറച്ച് എരിവുണ്ടോ കൂടിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും എനിക്ക് എരിവ് ഇഷ്ടമുണ്ടായത് കൊണ്ട് എനിക്കത് കുഴപ്പമില്ല, വളരെ സന്തോഷമുള്ളൂ. എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം നമുക്ക് വേണ്ടി ഈ ഒരു വിഭവം പരിചയപ്പെടുത്തി തന്നതിന്. അപ്പോൾ എന്തായാലും ഇനിയും എന്താ പറയുക, വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. എന്തായാലും നമുക്ക് വീണ്ടും ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഞാൻ തിന്നിറക്കട്ടെ. ബിഗ് ഷോട്ട് റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹനയിൽ പർദ. ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിച്ചത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ, കിഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ, ലേഡീസ് കുർത്തീസ്, ജീൻസ്, ഫോർമൽ ഷർട്ട്, ഇന്നർ, leggings, പാട്യാല, പ്രിന്റഡ് കോട്ടൺ ചുരിദാർ, വെസ്റ്റേൺ ടോപ്പ്, ലാച്ച, ചോളി, party wear, shalwar, all kind of kids item, clothes, ties, baby trolley, walker, etc. Big Shot, Land World Center, SM Street, Canning, code 049 2729 270. Big Shot, Designing Planet.